ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ബിസിനസ് സ്റ്റഡീസ് എങ്ങനെ പഠിക്കും എന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഓൺ എക്സാമിൻ്റെ റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് ഇതേപോലെയുള്ള മൈക്രോ നോട്ട്സ് യൂസ് ചെയ്ത് വേണം നമ്മൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓൺ എക്സാമിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒത്തിരി പേര് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. നിങ്ങൾ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടെങ്കിൽ വേഗം എടുത്തോളാം. ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്ക് ആദ്യം മുതൽക്ക് പഠിക്കാനും ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം പഠിക്കാനും സാധിക്കും കേട്ടോ. 500 rupees ഫീസ് വരുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെ ഫസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ചെയ്യാമെന്നുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളെ കൊണ്ട് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, മറ്റുള്ള ആളുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചെടുക്കുന്നതാണ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ് അല്ലേ. ഒരു ഗോൾ ഉണ്ട്, ആ ഗോളിലേക്ക് ലക്ഷ്യം വെച്ചിട്ടുള്ള ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓൾ പെർവാസീവ്, അതായത് എല്ലായിടത്തും മാനേജ്മെന്റ് വേണം. മൾട്ടി ഡയമെൻഷനിലാണ്. അവിടെ 3 കാര്യങ്ങളുണ്ട്. മാനേജ്മെന്റ് ഓഫ് വർക്ക് ഉണ്ട്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ഉണ്ട്, മാനേജ്മെന്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, പിന്നെയും പ്ലാനിങ്, ഓർഗനൈസിങ്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഒരുമിച്ച് നിന്ന് ഓർഗനൈസേഷന് ഗോൾ നേടുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ആൻഡ് ഇറ്റ്സ് എ ഡൈനാമിക് ഫംഗ്ഷൻ. ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ആണ്. ബിസിനസ് എൻവയോൺമെന്റ് ചേഞ്ച് ആകുന്നതിനനുസരിച്ചിട്ട് ഈ മാനേജ്മെന്റും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ദാൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. നമുക്ക് മാനേജ്മെന്റ് കാണാനോ കേൾക്കാനോ ഒന്നും സാധിക്കില്ല, പക്ഷെ നമുക്ക് അതിന്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് 3 മാർക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്. അതിൽ വരുന്നതാണ് സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത്. ഇത് 2 മാർക്സിലേക്കായിട്ടും ചോദിക്കും കേട്ടോ. സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അവർ കുറേ കാര്യങ്ങൾ ചെയ്യണമല്ലോ. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം, then അതുപോലെ തന്നെ സൊസൈറ്റി ഡെവലപ്മെന്റിന് സഹായിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ അയാൾക്ക് അയാളുടെ തട്ടിൽ വ്യക്തിഗതമായിട്ടുള്ളൊരു ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അതും അതിനൊപ്പം സാധിക്കാൻ പറ്റണം. അത് മാനേജേഴ്സ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചൊരു മിക്സ് ചെയ്തൊക്കെ തന്നെ എഴുതാൻ പറ്റും. ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യലാണ്, മാനേജ്മെന്റ് എഫിഷ്യൻസി കൂട്ടും, ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, അതായത് എന്ത് മാറ്റം വന്നാലും അതിനനുസരിച്ചിട്ട് റെഡി ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ നമുക്ക് എഴുതാം. ഇനി മാനേജ്മെന്റ് ഫംഗ്ഷൻസ് പറഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ആണ്. പ്ലാനിങ് എന്ന് വെച്ചാൽ നേരത്തെ മുൻകൂട്ടി ചിന്തിക്കുക, വാട്ട് ടു ഡു, ഹൗ ടു ഡു, ഫോർ ഹൂം ടു ഡു ഒക്കെ അത് നേരത്തെ പ്ലാൻ ചെയ്യലാണ്. ഓർഗനൈസിംഗ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷന് പല പാർട്സ് ആക്കി തിരിച്ച്, ഡിപ്പാർട്ട്മെന്റ് തിരിച്ച്, ദെൻ ഓരോരുത്തർക്ക് അവരവരുടെ സുപ്പീരിയർ ആരാണ്, സബോർഡിനേറ്റ് ഏതാണെന്നൊക്കെ റിലേഷൻഷിപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യലാണ്. ദെൻ സ്റ്റാഫിംഗ് എന്ന് വെച്ചാൽ റൈറ്റ് ജോബിലേക്ക് റൈറ്റ് ആളെ കണ്ടുപിടിക്കുക. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ, എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ഇൻസ്ട്രക്ട് ചെയ്യുക, അതെല്ലാം. കൺട്രോളിംഗ് എന്ന് വെച്ചാലോ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തലാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, ദെൻ അടുത്തതാണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ് ഒരു ആർട്ട് പോലെയാണെന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്. അതായത് അവിടെ ഒരു തിയറി ഉണ്ട്. ബുക്ക് എന്ന് ഓർത്താൽ മതി, അത് തിയറിയാണല്ലോ. തിയറി ഉണ്ട്, ബുക്ക് ഉണ്ട്, തിയറി ഉണ്ട്. പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ആണ് അല്ലേ. അതായത് ആർട്ട് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തി അനുസരിച്ചിട്ട് വ്യത്യാസം വരും. അവർ അത് മാനേജ് ചെയ്യുന്നത്, അത് ആർട്ട് എന്താണ്, ആ ആർട്ട് അവർ പുറത്തേക്ക് കാണിക്കുന്നത്. ദെൻ ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ഒരുപാട് നാളത്തെ പ്രാക്ടീസും ക്രിയേറ്റിവിറ്റി കൊണ്ടാണ് അവർ അതിൽ എക്സ്പെർട്ടായിട്ട് മാറുന്നത്. നമ്മൾ മാനേജ്മെൻറ്റ് നോക്കിയാലും ഈ 3 പോയിന്റും മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചറായിട്ട് ചേരും. അവിടെ തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്, ഓരോ മാനേജർ തീരുമാനങ്ങൾ എടുക്കുന്നത് വ്യത്യാസം ഉണ്ടാവും, പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി കൊണ്ടാണ് എക്സ്പെർട്ട് ആവുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണെന്ന് പറയാം. സയൻസ് പറഞ്ഞാലോ, സയൻസിൽ ഇതുപോലെ തിയറി ഉണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള നോളജ് ഉണ്ട്. അതിലെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളത്തെ എക്സ്പെരിമെന്റേഷൻ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. യൂണിവേഴ്സൽ വാലിഡിറ്റിയാണ്, എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ്. പക്ഷെ മാനേജ്മെന്റിന് ആദ്യത്തെ 2 ഉണ്ട്, ഓക്കെയാണ്. പക്ഷെ യൂണിവേഴ്സൽ വാലിഡിറ്റി ഇല്ല. മാനേജ്മെന്റ് ഇൻഎക്സാക്ട് സയൻസ് എന്നാണ് പറയുന്നത്. എക്സാക്ട്നെസ് ഇല്ലല്ലോ, അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ദെൻ പ്രൊഫഷൻ പറയുകയാണെങ്കിൽ പ്രൊഫഷനും വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്, തിയറി ഉണ്ട്, റെസ്ട്രിക്റ്റഡ് എൻട്രി ഉണ്ട്.
എല്ലാവർക്കും പ്രൊഫഷണൽ ആവാൻ പറ്റില്ല. ആ പ്രൊഫഷണൽ ബോഡി ഇപ്പോൾ CMA ആണെങ്കിൽ ICMAയുടെ എക്സാം എഴുതി പാസ്സാകണം. പക്ഷെ മാനേജ്മെൻറ്റിന് അങ്ങനെയില്ല, ആർക്കുള്ള മാനേജർ ആകാം. പ്രൊഫഷണൽ അസോസിയേഷൻ മാനേജേഴ്സിന് പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട്, പക്ഷേ അവിടെ മെമ്പർഷിപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ട് CMA CA ആണെങ്കിൽ ആ പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് വേണമെന്ന് നിർബന്ധമാണ്. പിന്നെ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് പറഞ്ഞാൽ ആ ഒരു പ്രൊഫഷണൽ ബോഡി കുറേ ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കാതാണ്, അത് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമാണ് പ്രൊഫഷണൽസിന്. മാനേജ്മെൻറ്റിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ദെൻ പ്രൊഫഷണൽസിൻ്റെ ലക്ഷ്യം സർവീസ് മോട്ടീവാണ്, മാനേജ്മെൻറ്റ് ലക്ഷ്യം അതല്ല, ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, സൂപ്പർവൈസറി ഉണ്ട്. ടോപ്പ് ലെവൽ എന്താ ചെയ്യുന്നത്? ഓർഗനൈസേഷൻ്റെ ഗോൾസ് ആൻഡ് പോളിസീസ് ഉണ്ടാക്കും, എല്ലാ ആക്ടിവിറ്റീസും ഒന്നിപ്പിക്കും, എക്സിക്യൂട്ടീവ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ പുറമേ ഉള്ള ആളുകളുമായിട്ടുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യും, മീഡിയയും ഗവൺമെൻറ് പബ്ലിക്കും ഒക്കെ ആയിട്ട്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്താ ചെയ്യുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുത്ത തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തും. ലോവർ ലെവൽ മാനേജേഴ്സിന് ഡ്യൂട്ടി കൊടുക്കും, അതാത് ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റ് ചെയ്യും, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യും, പോളിസീസൊക്കെ നടപ്പിൽ വരുത്തും. സൂപ്പർവൈസറി ലെവൽ എന്താ ചെയ്യുന്നത്? വർക്കേഴ്സിന് ജോലി അസൈൻ ചെയ്ത് കൊടുക്കുന്നു, ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നു, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു, വേസ്റ്റേജ് കുറയ്ക്കുന്നു, വർക്കേഴ്സിന് എന്തെങ്കിലും പരാതി അത് ടോപ്പ് ലെവലിലേക്ക് അറിയിക്കുന്നു. ഇനി കോർഡിനേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കോർഡിനേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എഫേർട്സിനെ ഒന്നിപ്പിക്കലാണ്. കോർഡിനേഷൻ എന്ന് വെച്ചാൽ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. കാരണം കോർഡിനേഷൻ ഇല്ലാതെ വേറെ ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ, എല്ലാം കൂടി ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റണ്ടേ. സോ അവിടെ ഒരു യൂണിറ്റി ഓഫ് ആക്ഷൻ ഉറപ്പ് വരുത്തുന്നു. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്, ഇടയ്ക്ക് വെച്ച് നമുക്ക് നിർത്താൻ പറ്റില്ല. പെർവാസീവ് ഫംഗ്ഷനാണ്, എല്ലാ ലെവലിലും ആവശ്യമുണ്ട്. ഇത് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയുമാണ്, ഡെലിബറേറ്റ് ഫംഗ്ഷനുമാണ്. അതായത് ആ ഒരു സ്ഥാപനത്തിൽ ഈ ഒരു കോർഡിനേഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തൽ നിർബന്ധമാണ്. കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഗ്രോത്ത് ഇൻ സൈസ്. ഓർഗനൈസേഷൻ വലുതാകുന്നതിനനുസരിച്ച് അവിടെയുള്ള എംപ്ലോയീസിൻ്റെ എണ്ണം കൂടും, അപ്പോൾ കോർഡിനേഷൻ അവിടെ അത്യാവശ്യമായിട്ട് വരും. ഫംഗ്ഷണൽ ഡിഫറൻഷിയേഷൻ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ പല ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഒരു ഓർഗനൈസേഷൻ ഉള്ളത്. അപ്പോൾ ഈ ഫംഗ്ഷൻസ് തമ്മിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ അവിടെ കോർഡിനേഷൻ ആവശ്യമുണ്ട്. ദെൻ സ്പെഷ്യലൈസേഷൻ, ഒരു ഓർഗനൈസേഷനിലാവുമ്പോൾ അവിടെ ഒന്നിലധികം സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ ഈ സ്പെഷ്യലിസ്റ്റുകൾ തമ്മിൽ പ്രശ്നം വരാതിരിക്കണമെങ്കിലും അവിടെ കോർഡിനേഷൻ വേണം. ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. സോ വളരെ സിമ്പിളായിട്ട് 7 മിനിറ്റ് കൊണ്ട് നമ്മൾ കോർഡിനേഷൻ ചാപ്റ്റർ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യുക? പോയിന്റ് കാണാതെ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഹായ് ഓണെന്ന് മെസ്സേജ് അയച്ചാൽ മതി. താങ്ക്